ഇനിഗോ മാർട്ടിനസ് എന്ന് പറഞ്ഞ ബാഴ്സലോണൻ സെന്റർ ബാക്ക് തന്നെയാണ് ഇവിടുത്തെ വിഷയം. ബാഴ്സലോണൻ ഫാൻസിനെ ഒന്നാകെ അമ്പരപ്പിച്ചുകൊണ്ടുവന്ന ഒരു ട്രാൻസ്ഫർ ന്യൂസ് ആണ് ഇനിഗോ മാർട്ടിനസ്. ഒരുപക്ഷെ വരാൻ പോകുന്ന സീസണിൽ ബാഴ്സലോണൻ ടീമിന്റെ ക്യാപ്റ്റൻ ബാൻഡ് പോലും ധരിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു ട്രാൻസ്ഫർ ന്യൂസ് ബാഴ്സലോണൻ ആരാധകരെ ഒന്നായിട്ട് അമ്പരപ്പിച്ചു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ സീസണിലൊക്കെ ബാഴ്സലോണന്റെ പ്രകടനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓരോ മത്സരത്തിലും ഇനിഗോ മാർട്ടിനസ് എന്ന് പറഞ്ഞ സെന്റർ ബാക്കിന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഴ്സലോണൻ ആരാധകർക്ക് ഒരു സേഫ്റ്റി അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ എൽ ക്ലാസിക്കോകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇനിഗോ മാർട്ടിനസിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ലാമാസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീമിൽ നിന്നോ ഒരു ട്രാൻസ്ഫർ നടന്നേക്കാം. പക്ഷേ ഇനിഗോ മാർട്ടിനസ് എന്ന് പറഞ്ഞ സ്പാനിഷ് സെന്റർ ബാക്ക് അദ്ദേഹം ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ബാഴ്സയുടെ ഫിനാൻഷ്യൽ കണ്ടീഷന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടത്തേണ്ടി വരുന്നത്. പക്ഷേ ഇത് അവർക്ക് എന്നെന്നും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാക്കി വെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബെസ്റ്റ് സെന്റർ ബാക്ക് ഇൻ യൂറോപ്പാണ് അവർ മിസ് ചെയ്യാൻ പോകുന്നത്. ഫാബ്രിസിയോ റൊമേനോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇനിഗോ മാർട്ടിനസിനെ ഇനി നമുക്ക് സൗദി പ്രോ ലീഗിൽ അൽ നാസറിന്റെ പ്രതിരോധ കോട്ടയിൽ അൽ നാസറിന്റെ പ്രതിരോധ ഭടനായി കാണാമെന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ട്രാൻസ്ഫറിൽ ഞാൻ ഒരിക്കലും ഹാപ്പിയല്ല. കാരണം ഞാൻ റയൽ മാഡ്രിഡ് ക്രിസ്ത്യാനോ ആരാധകനാണെങ്കിൽ പോലും ഇനിഗോ മാർട്ടിനസ് പറഞ്ഞ സെന്റർ ബാക്ക് അദ്ദേഹം വളരെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ടെക്നിക്കൽ സ്കില്ലും ടെക്നിക്കൽ അബിലിറ്റിയും ഒക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. അദ്ദേഹം സൗദി പ്രോ ലീഗ് പോലുള്ള ഒരു ലീഗല്ല ഈ ഒരു ഏജിൽ കളിക്കുന്നതെന്നാണ്. അദ്ദേഹം പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീരിയ പോലുള്ള ലീഗുകൾ കളിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരിക്കലും ഞാൻ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ പറയില്ല. കാരണം റോഡ്രിഗോ ഡി പോളും ജോ ഫെലിക്സും ഏറ്റവും ഒടുവിലായിട്ട് ഇനിഗോ മാർട്ടിനസും ഇവരൊക്കെ ഇവരുടെ ഏറ്റവും നല്ല സമയങ്ങളിലാണ്. ഈ ഒരു സമയത്ത് സൗദി പ്രോ ലീഗ് പോലുള്ള ഒരു ലീഗല്ല അവരൊന്നും കളിക്കുന്നത്. അവരൊക്കെ പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ സീരിയയിൽ അല്ലെങ്കിൽ ബുണ്ടസ് ലീഗിലൊക്കെ കളിക്കേണ്ട ആളുകളാണ്. ഇത്തരം പ്ലേയേഴ്സിനെ നമ്മൾ യൂറോപ്പിൽ മിസ് ചെയ്യുമ്പോൾ അത് ഫുട്ബോൾ ആരാധകർക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണെന്നുള്ളതാണ്.